ഹായ്, ദിസ് ഇസ് ഡി ടി എച്ച്. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. പരിവാർ. കഥ, സംവിധാനം ഉത്സവ് രാജീവ്, ഫഹദ് നന്ദു. ഇവരുടെ നേരത്തെ പടമായ ഡിജിറ്റൽ വില്ലേജ് ഞാൻ കണ്ടിട്ടില്ല. ഇവരുടെ ആദ്യത്തെ പടമാണിത് ഞാൻ കാണുന്നത്. ജഗദീഷ്, പ്രശാന്ത്, അലക്സാണ്ടർ പ്രശാന്ത്, ഇന്ദ്രൻസ് എന്നിവരാണ് മുഖ്യ വേഷത്തിൽ അഭിനയിക്കുന്നത്. ഈ സിനിമയുടെ പേര് വളരെ വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. ചിന്തിച്ച് ചെയ്തിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ആണ്. ചിന്തിച്ച് ചെയ്തിരിക്കുന്ന ഇട്ട ഒരു പേരാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പരിവാർ ഒരു കുടുംബത്തിൽ നടക്കുന്ന കഥയാണ്. ഒരു കുടുംബത്തിൽ നടക്കുന്ന വഴക്കാണ്. കുടുംബത്തിൽ നടക്കുന്ന യുദ്ധം പോലെ. വാർ എന്നൊക്കെ പറയുന്ന കണക്ക് അങ്ങനെയാണ് ടൈറ്റിൽ എഴുതിയിരിക്കുന്നത്. അതുകൂടാതെ ഒരു അർത്ഥം കൂടെ അവർ ഒളിപ്പിച്ചിട്ടുണ്ട് ഈ ടൈറ്റിലിൽ. അത് നിങ്ങൾക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവും. അത് വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്, ആ ഒരു കഥയുടെ ബാക്ക്ഗ്രൗണ്ട് തീം, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് വളരെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കഥ നമ്മൾ ഒരുപാട് മലയാള സിനിമകളിൽ അല്ലെങ്കിൽ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള, പ്രത്യേകിച്ച് മലയാള സിനിമകൾ കണ്ടിട്ടുള്ള ഒരു പ്രമേയമാണ്. മരിക്കാൻ കിടക്കുന്ന ഒരു അമ്മയോ അച്ഛനോ, അപ്പോൾ അതിന് ചുറ്റും നടക്കുന്ന പ്രണയങ്ങൾ, വഴക്കുകൾ, അവകാശത്തിന് വേണ്ടിയുള്ള തർക്കങ്ങൾ, സ്വത്തിന് വേണ്ടിയുള്ള തർക്കങ്ങൾ, അങ്ങനെയുള്ള ഒരു പ്രമേയമാണിത്. ഇതും ഈയിടയ്ക്ക് ഇറങ്ങിയ നാരായണീൻ്റെ മൂന്നാം മക്കളും അതേ തീമിലുള്ളതായിരുന്നു. പക്ഷേ അതിന് ട്രീറ്റ്മെൻറ്റ് വളരെ വ്യത്യസ്തമായൊരു രീതിയിലായിരുന്നു. നാരായണൻ്റെ മൂന്നാം മക്കൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പടമാണ്. പക്ഷേ ഇത് പരിവാർ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു പടമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം കഥ കുറേയൊക്കെ വലിച്ചു പോലെ തോന്നി. കാരണം ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ട് ഒബ്ജക്റ്റിൻ്റെ, ഒരു മോതിരത്തിന് ചുറ്റും നടക്കുന്ന ഒരു കഥയാണ്. മെയിൻലി ഒരു 80% കഥയും അതാണ്. അപ്പോൾ അത് കുറേയൊക്കെ വലിച്ചു പോലെ തോന്നി. പക്ഷേ ജഗദീഷിൻ്റെയും ഇന്ദ്രൻസിൻ്റെയും അത്യുഗ്രൻ പെർഫോമൻസ് ആണ്. പക്ഷേ ഈ കഥ കുറച്ചുകൂടെ നന്നായിരുന്നെങ്കിലും തോന്നിപ്പോയി. കാരണം പൊട്ടൻഷ്യലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. നമ്മുടെ ഇന്ത്യയിലെ, ഭാരതത്തിലെ മഹത്തായ ഒരു റൈറ്റ് വിങ് പാർട്ടിയെ വളരെ നല്ലപോലെ പരിഹസിക്കുന്ന കുറേ സന്ദർഭങ്ങളും ഈ പടത്തിലുണ്ട്. ആചാരങ്ങളുടെയും ആചാര സംരക്ഷണത്തിൻ്റെയും സ്വാർത്ഥതയുടെയും നടുക്ക് പെട്ടുപോകുന്ന കുറേ കഥാപാത്രങ്ങൾ. ബിജിപാലിൻ്റെയാണ് സംഗീതം. ബിജിപാലിൻ്റെ കുറച്ച് വ്യത്യസ്തമായ മ്യൂസിക് ഡയറക്ഷനായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഈ കഥ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് വളരെ വളരെ ആസ്വാദികരമായ ഒരു സിനിമയായി മാറിയേനെന്ന് തോന്നിപ്പോയി. ജഗദീഷൻ ഇന്ദ്രൻസിൻ്റെയും പെർഫോമൻസസ് നേരത്തെ പറഞ്ഞ കണക്ക് അതിഗംഭീരമാണ്. അവർ തമ്മിലുള്ള ഒരു പോരാട്ടം പോലെ ഈ സിനിമ എടുക്കാൻ വേണമെങ്കിൽ, അഭിനയത്തിൻ്റെ പോരാട്ടമായിട്ട് വേണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ ഇതിലെ പേരുകൾ, കഥാപാത്രത്തിൻ്റെ പേരുകൾ, അർജുനൻ, നകുലൻ, സഹദേവൻ, ഭീമൻ, ഇങ്ങനെ കുറേ ചില ഡീറ്റെയിൽസിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറേ നല്ല കാര്യങ്ങൾ, കുറേ രസകരമായ കാര്യങ്ങളുണ്ട് ഈ പടത്തിൽ. അതുകൊണ്ട് ടൈറ്റിൽസ് എഴുതി കാണിക്കുമ്പോൾ, അവസാന ടൈറ്റിൽസ് എഴുതി കാണിക്കുമ്പോൾ കാക്കയായിട്ട് അഭിനയിച്ചത് കാക്കയാണെന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് രസകരമായ രീതിയിൽ അവർ കുറച്ച് ഓണസ്റ്റായിട്ട് ഈ സിനിമ സമീപിച്ചെന്നൊക്കെ തോന്നി. പക്ഷേ നേരത്തെ പറഞ്ഞ കഥയും തിരക്കഥയും കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആയിരുന്നെങ്കിൽ വളരെ നല്ലൊരു പടമായി മാറിയേനെ. 3 stars out of 5 for പരിവാർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.